നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് കോച്ച് ലയണൽ സ്കലോനി വിശദീകരിക്കുന്നു. ഇന്ന് അർജൻറ്റീന ഓസ്ട്രിയയുമായിട്ട് കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മെസ്സിയുടെ പിതാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പലരും പ്രചരിപ്പിച്ചപ്പോൾ ഒടുവിൽ മെസ്സി ഫാമിലി തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയിരുന്നു. അപ്പോൾ മെസ്സിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, അദ്ദേഹം കളിക്കാനുള്ള ഒരു ഇതിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോച്ച് ലയണൽ സ്കലോനിയോട് ചോദിക്കുന്നത്. പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ മെസ്സിയുടെ പിതാവിനെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ അത് സ്കലോനിക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പ്രതികരിച്ചത്, നമ്മൾ ഈ ചോദ്യം വെച്ചാണോ പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇതാണോ വി ആർ ഫൈൻ, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒരു വാക്ക് പോലും ഞാൻ ഇതിനോട് ഇനി കൂട്ടിച്ചേർക്കില്ല, ഐ വുഡ് റാദർ നോട്ട് ആഡ് എനിത്തിങ് എൽസ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ് ചെയ്തത്. പിന്നെ സ്വാഭാവികമായിട്ടും മെസ്സിയുടെ കണ്ടീഷൻ എങ്ങനെ, കാരണം ഇതൊക്കെ ഇപ്പോൾ മെസ്സിയെ ബാധിക്കുമല്ലോ, മെൻ്റലി ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ കോച്ചിൻ്റെ മറുപടി, ഇവിടെ നമ്മുടെ ടീം, ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ നല്ല സമയത്തും മോശം സമയത്തൊക്കെ കൂടെ നിൽക്കുന്നവരാണ്. ദി ഗ്രൂപ്പ് ഗെറ്റ്സ് ത്രൂ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് സിറ്റുവേഷൻസ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുക, അതാണ് എല്ലാവരും ചെയ്തിട്ടില്ല. എല്ലാവരും മെസ്സിക്കൊപ്പമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഓരോ താരങ്ങളും മെസ്സിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി നല്ല രൂപത്തിൽ പോകുന്നു. മേ ഹി ബി ഹാപ്പി, ദാറ്റ്സ് വാട്ട് വി ഓൾ വാണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. മെസ്സി സന്തോഷവാനായിരിക്കുക, അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്നുകൂടി കോച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ മെസ്സിയുടെ കാര്യത്തിൽ ഈ താരങ്ങളൊക്കെ നല്ല രൂപത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ഓക്കെയാണ്, മെസ്സി ഈ മത്സരം കളിക്കും എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞതിൻ്റെ സാരാംശം. നമുക്കറിയാലോ, ഇത് ഇപ്പം ആദ്യ കളിയിൽ ഗോൾ അടിച്ചിട്ട് മെസ്സി അങ്ങ് കരഞ്ഞപ്പോഴാണ് ഇതൊരു വലിയ ചർച്ചയായിട്ട് വന്നത്. മെസ്സി തന്നെ പിന്നെ കളിക്ക് ശേഷം പറഞ്ഞു, ഞാൻ കരഞ്ഞത് കളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല, പുറത്തുള്ളൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞു. പിന്നീടാണത് മെസ്സിയുടെ പിതാവിൻ്റെ അസുഖമാണ്, അദ്ദേഹം അസുഖബാധിതനാണെന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ലയണൽ മെസ്സി കളിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഒരു സുഹൃത്തിനെ എങ്ങനെ സഹായിക്കണം, ആ രൂപത്തിൽ തന്നെ ടീം നിൽക്കുന്നുണ്ട് എന്ന് തന്നെ കോച്ച് വ്യക്തമാക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.